അതിൽ റെഡിയല്ല, അവിടെ റെഡി ആയിരിക്കും. ഇതിന് കണ്ടിട്ട് പോണേ, ഇതിന് കണ്ടിട്ട് ഇതിലെ പോണേ, അതിലെ പോണേ, അതിലെ പോകാനുള്ള വഴിയാക്കിയാൽ മതി. ആയിക്കോട്ടെ. അവൻ പോട്ടെ, എടാ ഇതിലെ പോയിക്കോട്ടെ, പുറത്തേക്ക് പോകുന്ന രീതിയിലെ പോയിക്കോട്ടെ. പോണേ. നിൽക്കല്ലേ, നിങ്ങൾ മുമ്പോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഈശ്വരി കണ്ടവരും നീയല്ലേ.
പ്രിയമുള്ളവരെ, മൃതസംസ്കാര ശുശ്രൂഷകൾ 9:30-ക്കാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കുമെല്ലാം ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനുള്ള സൗകര്യം ബാക്കിയുള്ളവരും കൂടി ചെയ്തു കൊടുക്കുക. ആദ്യം ജെസ്സിയുടെ സഹോദരങ്ങളെല്ലാവരും വരിക, നിൽക്കുക. ഒന്ന് ജെസ്സിയോടൊപ്പം ജെസ്സിയുടെ സഹോദരങ്ങൾ, നിങ്ങൾ അകലെയാണെങ്കിൽ അടുത്തേക്ക് വന്നേ. ഫോട്ടോഗ്രാഫേഴ്സ് അത് വേഗം ചെയ്യുക. ജെയിൻ ഉണ്ടെങ്കിൽ വരിക. അതുപോലെ തന്നെ മക്കള്, കൊച്ചുമക്കള്, സഹോദരങ്ങളുടെ മക്കള് എല്ലാവരും ഒരുമിച്ച് പോരെ. വിളിച്ചിട്ടാൾക്കാർ പിള്ളേര് മുന്നോട്ട് കയറി നിൽക്കുക. ജെയിന് അടുത്തുണ്ടെങ്കിൽ വരിക. കുട്ടികൾ മാത്രമായിട്ട് നിന്നോട്ടെ, പിള്ളേര് മാത്രമായിട്ട് നിന്നു. ഇവിടെ നിൽക്കില്ല, കണ്ടവരെ കണ്ടിട്ട് പോണേ. ശാസ്താംകുന്നേൽ കുടുംബാംഗങ്ങള് ഒന്ന് വരാമോ? ശാസ്താംകുന്നേൽ കുടുംബാംഗങ്ങള് സജി ഇത് കണ്ടവരായി വഴി ഇവിടെ നിങ്ങൾ ഒന്ന് മാറിക്കണം. തൊടുപുഴയിൽ നിന്നൊക്കെ വന്ന ശാസ്താംകുന്നേൽ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും വേലന്തര കുടുംബത്തിലുള്ളവരൊന്ന്, ഇവിടെയുള്ളവരൊന്ന് കയറിയിരിക്കുക. ബന്ധുക്കള് വേലന്തര കുടുംബത്തിൽപ്പെട്ടവര് നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിൽക്കുന്നവർ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറാമോ? ഫോട്ടോ എടുക്കാനുള്ളവർക്കൊന്ന് വരാനും പോകാനുള്ള സൗകര്യത്തിനാണ്. ആ 2 സ്റ്റെപ്പുകളൊന്ന് മുകളിൽ കയറിയാൽ മതി. പുറകെ നിൽക്കുന്ന മുന്തിരിങ്ങാട്ടുകുന്നേൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും മുന്നോട്ട് കയറി വരുന്ന ഒരു ഫോട്ടോ എടുക്കും.
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞാൻ വരിക. സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും സെറ്ററിന്നില്ലേ കൊരട്ടി കൊടുത്തിട്ട് അന്തിനാട് കുടുംബത്തിന് മുദ്രങ്ങാട്ട് ജിബിനെ ജിബിൻ എടാ അവിടുന്ന് എടുത്തിട്ട് ഈ കസേര എടുത്ത് അങ്ങോട്ട് ഈ സൈഡിലേക്ക് കുന്തിരിങ്ങാട്ട് കുന്നേൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഫോട്ടോയിൽ ജോയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞ് അന്തീനാട്ട് കുടുംബാംഗങ്ങള് ദയവായി എത്രയും വേഗം ഭൗതിക ദേഹത്തിനടുത്തേക്ക് വരിക. അന്തീനാട്ട് കുടുംബാംഗങ്ങൾ അതാ അതാ അന്തിനാട്ട് ഫാമിലി കയറിയിരിക്കുക. അന്തിനാട്ടുകാർ കയറി നിന്നോ. ഇവിടുന്ന് കുറച്ച് പുറകോട്ട് നിൽക്കാവോ? കുറച്ച് പുറകോട്ട് നിൽക്കാവോ? അന്തിനാട്ട് ഫാമിലിയിൽപ്പെട്ടവര് ചെറുപുഴ ഭാഗത്ത് നിന്ന് ഇരട്ടി ഭാഗത്ത് നിന്ന് വന്നവര് ഒക്കെ ഇപ്പം എടുക്കുന്ന ഈ ഫോട്ടോയിൽ ജോയിൻ ചെയ്യാനായിട്ട് കയറി വരിക. മക്കളെ നീ കണ്ടവരെ നീ പോയിക്കോ മോളെ, കുഞ്ഞു പിള്ളേർ പോകുന്നവരേട്ടോ അതിനെ വന്നിങ്ങനെ പോകട്ടോ. മക്കളെ കണ്ടുപോകണേ, കണ്ടുപോയിക്കോ കേട്ടോ. ഈ വഴി ഒന്ന് ഫ്രീ ആക്കണേ. പൂക്കൾ വെച്ചു കേട്ടോ, പൂക്കൾ അവിടെ വെച്ചു. പൂ വെച്ച പൂ വേഗം വെക്കും കേട്ടോ. ഇതിലെന്ന് പറഞ്ഞു പിന്നെ കൊടുക്കാൻ കുട്ടികളെ വേഗം പാസ് ചെയ്യുക. ഇതെടുത്തു കേട്ടോ. പൂ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാവം. പള്ളിയിൽ നിന്നാണ് വെക്കുന്നത്. ഓക്കെ ഓക്കെ, പള്ളിയിൽ നിന്നാണ് വെക്കുന്നത്. കുഞ്ഞു പിള്ളേരായിട്ട് പൂ പള്ളിയിൽ നിന്നാണ് വെക്കുന്നത്. അതിലെ വെക്കും, അതിലെ വെക്കും. കാഞ്ഞിരക്കാട്ട് കുന്നേൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ടവർ വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കുക. അതിന് മുമ്പ് ഒരു ലൈനായിട്ട് ഒരു ലൈനായിട്ട് നല്ല കാണാൻ പറ്റും. ഫോട്ടോഗ്രാഫർ അത് എടുക്കാൻ പറ്റിയല്ലോ പിള്ളേരുടെ. അടുത്ത ഇപ്പോൾ കൊച്ചിൻ്റെ കയ്യിലൂടെ ഉണ്ട്, ഒരു കൊച്ചിൻ്റെ കയ്യിലൂടെ ഉണ്ടല്ലോ. നമ്മൾ കാണാൻ വരുന്നതാണ്. അപ്പുറത്തെ ക്യൂവിൽ തന്നെ വന്ന് അവിടെ വലത് സൈഡിലെ ക്യൂവിൽ തന്നെ വരാമോ?
ഫോട്ടോ എടുക്കും. കല്ലമ്മാരിക്കുന്ന് ഫാമിലിപ്പെട്ടവരൊന്ന് വരാമോ? കല്ലമ്മാരിക്കുന്ന് ഫാമിലി നമ്മളെടുത്തായിരുന്നു ഉണ്ടോ? വേലന്തറയിലെ പിള്ളേർ ഒന്ന് വരാമോ? ഉള്ളവര് പെട്ടെന്ന് വരിക കേട്ടോ. വേലന്തറയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ വേഗം വരിക. സൈഡിലോട്ട് ചേർന്ന് നിന്നേച്ചാൽ മതി. വേലന്തറയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഉണർത്തി മുളതിക്ക് പ്രിയമുള്ളവരെ, ഇതുവരെ വിളിക്കാത്ത കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുജനങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയവർ, അച്ഛന് പേര് പറയാനായിട്ട് വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരിക. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ എല്ലാവരും വന്ന് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ ബാക്കി ബാക്കിയുള്ളതിന് മാറാവോ? ജെസിയും കൊച്ചും അമ്മച്ചിയും കൊണ്ട് വെച്ച് മാറും. ജെസിയും കൊച്ചും മറ്റേ അടുത്തുനിന്നോ കൊടുക്കാനോ? അറിയുന്ന പറഞ്ഞു പാടി ഒരു നേരം വെച്ചിട്ട് ഒരു നേരം വെച്ചിട്ട് പാടി. നമ്മൾ ഫ്രണ്ട്സ് ആയുള്ളവർ ഇങ്ങോട്ട് മുന്നോട്ട് നിന്ന് വരികയാണെങ്കിൽ ആ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. ഫ്രണ്ട്സ് വരും. നിങ്ങൾ വരും മക്കൾ വരും. എടുത്തോ? എടുത്തു. ആ ഫോട്ടോഗ്രാഫർ അപ്പുറം പോയി പ്രകാരം ഓക്കെ. കണ്ടു കഴിഞ്ഞാൽ ഇത് മാറാവോ? സിസ്റ്റർ ലേശം ഒന്ന് മാറിയിരിക്കായിരുന്നു, കിട്ടുമായിരുന്നു കൊച്ചിൻ്റെ. ഓക്കെ ഓക്കെ. ശുശ്രൂഷകൾ നമ്മളിവിടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്.
ഏറ്റവും പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവ്വം നമുക്ക് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പ്രത്യേകിച്ചും ചെങ്ങോ ഇടവക കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടത്തിൻ്റെ ദിവസമാണിത്. ഒരുപാട് മേഖലകളിൽ ഇടവക സമൂഹത്തോട് ചേർന്ന് വലിയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് KCY യൂണിറ്റ് പ്രസിഡന്റ്, മിഷ് ലീഗ് യൂണിറ്റ് ഭാരവാഹി, സൺഡേ സ്കൂൾ അധ്യാപകൻ, ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു ജെറിൻ്റേത്. ഒത്തിരിയേറെ ആൾക്കാർ ഇന്ന് ജെറിനോട് അന്തിമ യാത്ര പറയുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ വേദനയുടെ സങ്കടത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ചും ജെറിന്റെ വേർപാടിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട അമ്മ ജെസ്സി ചേച്ചി, സഹോദരി ജുവൽ, പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മാനുഷികമായ കണ്ണുകളിൽ ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ ജെറിന് നമ്മുടെ മുമ്പിലായിരിക്കുകയാണ്. എല്ലാറ്റിനുപരി ദൈവം എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുമ്പോഴാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നമുക്ക് സാധ്യമാവുന്നത്. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ചുരുങ്ങിയ കാലം ജീവിക്കുവാനായി നൽകും. ആ ദൈവം ആഗ്രഹിക്കുന്ന കാലഘട്ടം പൂർത്തിയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം എല്ലാവരും തിരികെ നടക്കേണ്ടവരാണ്. ജെറിനെ ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും ശ്രേഷ്ഠമായി പൂർത്തിയാക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജെറിനെ അടുത്തറിയാവുന്ന, ജെറിനോട് ചേർന്ന എല്ലാവർക്കും ജെറിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുവാൻ തയ്യാറായി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനുഷികമായ കണ്ണുകളിൽ നമുക്ക് ഒരുപാട് വേദനകളുള്ളപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജെറിൻ്റെ ആത്മാവിൻ ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കുറവുകൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പരമ കാരുണ്യവാനായ ദൈവം ക്ഷമിക്കും. കാരണം ജീവിതം കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ജെറിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെല്ലാവരെയും ഇടവക സമൂഹത്തിന്റെ ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ പേരുടെയും അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ മൃതസംസ്കാര ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം ഒത്തിരിയേറെ ആൾക്കാർ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറിയ തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ട് അസ്വസ്ഥരാവാതെ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം ഭക്തിപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഒത്തിരിയേറെ അച്ഛന്മാർ ഇവിടെയുണ്ട്. ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട മാർട്ടിൻ വരിക്കാൻ കിളച്ചനാണ്. അച്ഛൻ ജെറിന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അതുപോലെ KCY തലശ്ശേരി അതിരൂപത ഡയറക്ടർ അച്ഛൻ അഖിൽ മുക്കുഴിയച്ഛനുണ്ട്. നമ്മുടെ ഫൊറോന വികാരിയച്ഛൻ മാത്യു തെക്കേമുറിയച്ഛനുണ്ട്. നമ്മുടെ അതിരൂപത പ്രൊക്കുറേറ്ററും നമ്മുടെ ഇടവാംഗമായ പ്രിയപ്പെട്ട ജോജി അച്ഛനുണ്ട്. നമ്മുടെ മുൻ വികാരിയച്ഛനും KCY പേരാവൂർ മേഖല ഡയറക്ടർ അച്ഛനുമായ പ്രിയപ്പെട്ട സെബാനച്ഛനുണ്ട്. മറ്റൊരുപാട് വൈദികരുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഖ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവലിയാനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു.
ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം പുൽകുന്നതിനീ ആത്മാവും നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. വാനവഗണവാദിനവും അക്ഷമരായി കഴിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ നീക്കുവാമേ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽക്കാനായി അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർക്ക് മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ.
ഗാഗുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, അങ്ങയുടെ ഈ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ഈശോയിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജെറിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നമ്മുടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം ഈ വിലാപയാത്രയിൽ നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ ഈ വിലാപയാത്രയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളായിരിക്കും. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അവരെ എത്രയും പെട്ടെന്ന് ലൈൻ നിർത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള മുഴുവൻ ടീച്ചറിനെ അങ്ങ് മാറ്റാം. ടീച്ചറിനെ അങ്ങ് മാറ്റാം. കഴിഞ്ഞവരങ്ങോട്ട് മാറിയാലേ നമ്മൾ താമസിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, വേഗം പ്ലീസ്. ടീച്ചറിനെ അവരെ വണ്ടിക്കകത്ത് കൊണ്ടുവന്നവരെ വണ്ടിയിലേക്ക് കൊണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റ് വണ്ടിയിൽ ആൾക്കാരെ നിർത്താനാ ഇടം വരെ എത്തി, ഫ്രണ്ടിൽ ഇടം വരെ എത്തി. ചുംബിച്ച് കഴിയുന്നവർ ദയവായി ഈ മുൻഭാഗത്തേക്ക് മാറുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഭംഗിയായി ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ബാക്കി ടൗൺ എവിടെയാ? അവിടെ കിടന്നു അതിനടിയിൽ അവിടെ ഇത് കഴിഞ്ഞ മാറുവാ അതില്ലേ അവിടെ ഈശോയുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്പസമയം ഈ ദേവാലയത്തിൽ ശാന്തമായിട്ടിരിക്കാം. ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്നവർക്ക് ദേവാലയത്തിന് പുറത്ത്
സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സ്നേഹിതൻ, പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട കുടുംബാംഗം, പ്രിയ ആത്മമിത്രം, പ്രിയപ്പെട്ട സ്നേഹിതൻ, പ്രിയ കൂട്ടുകാരൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മാത്രം കാണിച്ചു തന്നവരും പഠിച്ചവനും പഠിപ്പിച്ചവനുമായ പ്രിയപ്പെട്ട ജെറിന്റെ ഭൗതിക ദേഹത്തിന്റെ സാന്നിധ്യത്തിങ്കൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ ശാസ്താംകുന്നയിൽ വേലന്തറയിൽ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുമിത്രങ്ങളായ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഇടവക സമൂഹത്തിൻ്റെയും പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ വൈദിക സഹോദരങ്ങളുടെയും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ പ്രാർത്ഥനാപൂർവം അനുശോചനം പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അനുശോചന സന്ദേശം എത്രമേൽ വാക്കുകൾ ഇടരാതെ പറയാൻ കഴിയും എന്ന് എനിക്ക് നിശ്ചയമില്ല. അതിനാൽ തന്നെ വിശദീകരണങ്ങൾ ഒന്നുമില്ലാതെ പ്രിയപ്പെട്ട ജെറിന്റെ ജീവിതത്തെ അറിയാവുന്ന, മനസ്സിലാക്കിയിട്ടുള്ള, കൂടെ ആയിരുന്നിട്ടുള്ള, അടുത്ത് പെരുമാറിയിട്ടുള്ള, അവനെ കണ്ടറിഞ്ഞിട്ടുള്ള, അവന്റെ സ്നേഹവും സൗഹൃദവും സാഹോദര്യ പാരസ്പരിക നന്മകളും മനസ്സിലാക്കിയിട്ടുള്ള ഏത് വ്യക്തിക്കും അറിയാവുന്ന അവനിലെ 13 നന്മകളെ ഞാൻ അക്കമിട്ട് നിങ്ങളുടെ മുമ്പിൽ എടുത്ത് പറയുക മാത്രം ചെയ്യുന്നു. വ്യാഖ്യാനങ്ങൾ അഥവാ വിശദീകരണങ്ങൾ അത്രയും ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ജെറിൻ പാപമായിരുന്നു എന്നുള്ളതാണ്. അതെ, അവനൊരു പാപമായിരുന്നു. എല്ലാവരോടും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥത നിറഞ്ഞ സൗഹൃദം സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജെറിന്റെ. മൂന്നാമത്തേത്, എല്ലായ്പ്പോഴും പ്രസന്നവദനായി കാണപ്പെടുകയും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അല്ലാതെ ഒരു വേളയിൽ പോലും കാണപ്പെടാതിരിക്കുകയും സുന്ദരമായ നല്ല ഒരു ഹൃദയത്തിൽ നിന്ന് നന്മയോടെ പ്രശോഭിക്കുന്ന പുഞ്ചിരി മുഖത്ത് സൂക്ഷിക്കുകയും ചെയ്ത ഒരു നല്ല കൂട്ടുകാരനായിരുന്നു പ്രിയപ്പെട്ട ജെറിൻ. ഞങ്ങൾ കേശവയുടെ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ജെറിന്റെ വിയോഗവാർത്ത അറിഞ്ഞ രാത്രി ഞങ്ങളുടെ കൈവശമുള്ള ജെറിന്റെ മുഴുവൻ ഫോട്ടോകളും ഗ്രൂപ്പിലേക്ക് എല്ലാവരും ഷെയർ ചെയ്യാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 10-90ഓളം ഫോട്ടോകൾ ഗ്രൂപ്പിൽ ഒപ്പം എനിക്ക് വ്യക്തിപരമായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതിരുന്നതിനാൽ പ്രാർത്ഥനാപൂർവം ഇരുന്ന് ആ ഓരോ ഫോട്ടോകൾ എടുത്തു നോക്കി. ഒന്നിൽ പോലും ഇല്ല പുഞ്ചിരിക്കാത്ത അവന്റെ മുഖം. എന്റെ കൈവശം വന്ന 75-ൽ പരം ഫോട്ടോകളിൽ ഒരെണ്ണത്തിൽ പോലും അപ്രകാരമുള്ള ഒരു മുഖമില്ല. സകലമായ ഫോട്ടോകളിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രം കാണപ്പെട്ട നന്മയുള്ള ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ജെറിന്റേത്. നാലാമത്തെ കാര്യം, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള സകല മനുഷ്യർക്കും അനുഭവവേദ്യമായിട്ടുള്ള ഒരു വസ്തുത, പ്രിയപ്പെട്ട ജെറിന്റെ സഹകരണം
ജെറിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആർക്കും പ്രയാസങ്ങളില്ല. ഏത് കാര്യത്തിലും അവസാനത്തെ അവന്റെ സ്വന്തം സൃഷ്ടി എന്നതുപോലെ അവൻ ഉൾച്ചേർക്കപ്പെട്ട ചെങ്ങോമ്പള്ളിയിലെ പുൽക്കൂട് വരെയും പ്രിയപ്പെട്ട ജെറിന്റെ പ്രവർത്തന വഴികളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു പ്രയാസവുമില്ലാതെ ജെറിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഇടവക സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും കെസിവൈഎമ്മിലെ യുവ ജനതയ്ക്കും മിഷൻ ലീഗിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ജെറിൻ പഠിപ്പിച്ച അധ്യാപകർക്കും ജെറിൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കഞ്ഞിഭാഗം ചെയ്യുന്ന ചേച്ചിക്ക് പോലും പറയാനുള്ളത് ജെറിന്റെ സഹകരണത്തെ കുറിച്ചാണ്. ഞാൻ രാത്രിയിൽ അവിടെ ആയിരുന്നപ്പോൾ ആ ചേച്ചി വന്നിരുന്ന് വാവിട്ട് നിലവിളിച്ച് കരയുകയും ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ജെറിൻ പഠിപ്പിച്ച സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ആളാണ് ഞാൻ, എനിക്ക് ഇവൻ മകനാണ്, അവന് ഞാൻ അമ്മയായിരുന്നു. എല്ലാ വിശേഷ അവസരങ്ങളിലും ജെറിൻ എന്തെങ്കിലും ഒരു കുഞ്ഞു സമ്മാനം കൊണ്ടുപോയി ആ ചേച്ചിക്ക് കൊടുക്കാതിരുന്നിട്ടില്ല എന്ന് ആ ചേച്ചി ഓർത്തെടുക്കുന്നു. വീണ്ടും കഞ്ഞി വെക്കുന്ന ചേച്ചിയെയും ജെറിൻ അമ്മേ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചേച്ചി പറയുക, പ്രിയപ്പെട്ട ഈ മകൻ കടന്നു പോകുമ്പോൾ എനിക്ക് എന്റെ ഒരു മകനാണ് കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാവരോടും സഹകരിച്ച് നിൽക്കാൻ പറ്റുന്ന സാന്ത്വനതയുള്ള നല്ല ഒരു മനസ്സും മനസ്സിന്റെ ഭാവങ്ങളും പ്രിയപ്പെട്ട ജെറിനിൽ ഉണ്ടായിരുന്നു എന്നത് നന്ദിയോടെ ഓർക്കണം. അഞ്ചാമത്തെ കാര്യം, സ്നേഹിക്കാനുള്ള അവന്റെ അതിരറ്റ കഴിവാണ്. പ്രിയപ്പെട്ട ജെറിൻ ആരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട ജെറിന്റെ സിബ്ലിങ്സിനും അതോടൊപ്പം തന്നെ അവന്റെ സുഹൃത്തുക്കൾക്കും കൂടെ ചേർന്ന് പ്രവർത്തിച്ചവർക്കുമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യജന്മം, അതിന്റെ പേരാകുന്നു ജെറിൻ ശാസ്താംകുന്നേൽ. സ്നേഹിക്കാൻ അല്ലാതെ ആരോടും ദേഷ്യപ്പെടാനോ ആരോടും പക മനസ്സിൽ സൂക്ഷിക്കാനോ ആരോടും വിദ്വേഷം സൂക്ഷിക്കാനോ ഒരാളോട് പോലും അകൽച്ച സൂക്ഷിക്കാൻ അറിയില്ലാത്ത ഒരു നന്മ മരമുണ്ട് എങ്കിൽ ആ നന്മ മരത്തിന്റെ പേരാകുന്നു ജെറിൻ റോയ് ശാസ്താംകുന്നേൽ. അതുകൊണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നയാൾ. ചേച്ചിയും ജെറിന്റെ കൂടെ കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ അടിക്കാൻ ഒരു വടിയെടുക്കാൻ പറഞ്ഞപ്പോ ജെറിൻ അമ്മയെ തടഞ്ഞു. അമ്മയെ അതിനെയും സ്നേഹിക്കണം, അതിനെയും സ്നേഹിക്കണം, പാമ്പിനെ പോലും ദ്രോഹിക്കരുത്, പാമ്പിനെ പോലും സ്നേഹിക്കുകയേ ചെയ്യാവൂ എന്ന് അമ്മയോട് പോലും നിർദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട ജെറിൻ സ്നേഹത്തിന്റെ പാഠപുസ്തകത്തിൽ പ്രിയരെ നമുക്കേവർക്കും എഴുതി ചേർക്കാവുന്ന അതിന്റെ ഏറ്റവും നല്ല പാഠമാണ് എന്നത് നമുക്ക് ഓർമ്മിക്കാം. ആറാമത്തെ കാര്യം, എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ജെറിൻ. സൗഹൃദ വലയത്തിൽ ജെറിന്റെ ലോകം അതിവിശാലമായിരുന്നു. അവന്റെ അതിവിശാലമായ രണ്ട് ലോകങ്ങളിൽ നിന്നവന്റെ സൗഹൃദ വലയമായിരുന്നു. രണ്ടാമത്തേത് അവന്റെ കുടുംബത്തിലെ അവന്റെ ഇളയത്തങ്ങളും മൂത്തതങ്ങളുമായ സഹോദരങ്ങളായിരുന്നു. അത് ശാസ്താകുന്നേൽ കുടുംബത്തിലും വേലന്തര കുടുംബത്തിലുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും അവൻ ചേർത്ത് നിർത്തുന്ന കൂട്ടിപ്പിടിക്കുന്ന സഹോദരനായിരുന്നു. ഒപ്പം കൂടെ എത്തിച്ചേർന്ന എല്ലാവരെയും ജെറിൻ ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്തത്. ഒപ്പം അകറ്റി നിർത്തിയ ആരും ജെറിന്റെ ജീവിത പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. ന്യായമുള്ള കാരണമുള്ളപ്പോൾ പോലും അവരെയൊക്കെ സ്നേഹിക്കാനും അവരെ ആരെയും അകറ്റി നിർത്താതിരിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ ക്രിസ്തു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് പ്രിയപ്പെട്ട ജെറിൻ എന്നത് കൃതജ്ഞതയോടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് പ്രിയരെ നമുക്ക് ഓർമ്മിക്കാം. ഇതിന്റെ എട്ടാമത്തെ കാര്യം, സ്വന്തം കാര്യം മറന്ന് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ജെറിന്റെ അമ്മാവന്മാരൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് അവരെപ്പോഴും ജെറിന്റെ ജീവിതത്തെ കുറിച്ച് വലിയ ഭാവിയുടെ ചിന്തകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ജോണിച്ചേട്ടായാകട്ടെ, റോജച്ചേട്ടായാകട്ടെ, മറ്റ് അമ്മാവന്മാര്, കുടുംബാംഗങ്ങളാകട്ടെ, അവര് ഓരോ കാര്യങ്ങളിലും പറയുമ്പോൾ, സന്തോഷേട്ടായി ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുമ്പോഴും അവന് സ്വന്തം കാര്യത്തിലേക്ക് ആയിരുന്നില്ല ശ്രദ്ധിച്ചത്. അവൻ
മറ്റുള്ളവരെ സഹായിക്കാനുള്ള ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ മുന്നിട്ട് നിന്നത്. സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു പ്രിയപ്പെട്ട ജെറിൻ. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കൂടെ കൂട്ടാവുന്ന ഒരു ആത്മമിത്രമാണ് പ്രിയപ്പെട്ടത്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാം. ഞങ്ങളുടെ വികാരിയായിരുന്ന അവസരത്തിൽ പ്രിയപ്പെട്ട ജെറിനിലെ നന്മകൾ കണ്ട് സൺഡേ സ്കൂൾ സ്റ്റാഫിലേക്ക് ഒരാളെ ആവശ്യമായി വന്നപ്പോൾ ഞാൻ ജെറിനോട് പറഞ്ഞു, ജെറിൻ, ഈ നല്ല കൂട്ടായ്മയുടെ ചെമ്മൂം ഇടവകയിലെ സൺഡേ സ്കൂൾ കൂട്ടായ്മ എന്നത് അധ്യാപക കൂട്ടായ്മ വളരെ കൃത്യതയുള്ള ഒരു കൂട്ടായ്മയാണ്. അതിലേക്ക് പ്രിയപ്പെട്ട ജെറിനെ വിളിച്ച് ചേർത്തപ്പോഴും പ്രിയപ്പെട്ട ജെറിനോട് ചേർന്ന KCYയിലും ഇതര സാഹചര്യങ്ങളിലും പ്രവർത്തിച്ചപ്പോഴും ഏത് പ്രയാസകരമായ സാഹചര്യത്തെയും അതിജീവിക്കാനായിട്ടുള്ള തന്മയത്വം പ്രിയപ്പെട്ട ജെറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല ഓർമ്മയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇടവക രൂപത പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം സജീവമായതുകൊണ്ടാണ് ഇടവകയുടെ സൺഡേ സ്കൂളിൽ അധ്യാപകനായും ഇവിടുത്തെ KCYMന്റെ 3-4 വർഷക്കാലങ്ങളിലായി അടുപ്പിച്ച് പ്രസിഡന്റായും ഇപ്പോൾ KCYMന്റെ കൊറോന ജനറൽ സെക്രട്ടറിയായും മിഷൻ ലീഗിന്റെ കൊറോന ഭാരവാഹിയായും ഒക്കെ ജെറിൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇടവകയുടെയും രൂപതയുടെയും സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഈ പ്രിയ കൂട്ടുകാരൻ. കുടുംബത്തെയും കൂട്ടുകാരെയും ഒരുപോലെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു ജെറിൻ. 12ാമത്തെ കാര്യം, ആർക്കും ഏത് സമയത്തും സംലഭ്യനായിരുന്നു അവൻ. അവന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഏത് പ്രവർത്തനത്തിനും ഏത് കാര്യത്തിനും വേണ്ടി മുന്നിട്ട് ഇറങ്ങി വന്നിരുന്നു പ്രിയപ്പെട്ട ജെറിൻ. സ്വന്തം കാര്യം മറന്ന് ആരെയും സ്നേഹിക്കാൻ ഈ പ്രിയ സുഹൃത്ത് എപ്പോഴും മുൻപിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ട ജെറിൻ അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഈ അൾത്താരയും ഈ ദിവ്യകാരുണ്യവും സാക്ഷിയാക്കി ഞാൻ എന്റെ പൗരോഹിത്യ മനസ്സിൽ വിശ്വസിക്കുന്നു. ജെറിൻ ദൈവസന്നിധിയിലാണ്, മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്വർഗീയ വസതിയിലാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്നതുപോലെ 25 ദിവസവും കഠിന നോമ്പെടുത്ത് അവന്റെ നോമ്പിന്റെ സമയങ്ങളിൽ ഒരു കഷണം മീൻ കൂട്ടാൻ പ്രിയ കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചപ്പോൾ പോലും ഇല്ല, ഞാൻ നോമ്പിനാണ്, നോമ്പ് ഞാൻ പൂർത്തിയാക്കും എന്ന നിർബന്ധ ബുദ്ധിയോടെ ജെറിൻ 25 നോമ്പ് പൂർത്തീകരിച്ചു. 25 ദിവസങ്ങളിലും കുഞ്ഞുനാൾ പിന്നീട് ഒരിക്കലും അവൻ അടുപ്പിച്ച് ദൈവാലയത്തിൽ കുർബാനയ്ക്ക് വന്നിട്ടില്ല. ക്രിസ്തുമസിന്റെ 25 നോമ്പിൽ ഈ വർഷം ജെറിൻ തീരുമാനിച്ചു, 25 ദിനങ്ങളിലും ഞാൻ പള്ളിയിൽ പോകും. ജെറിൻ മുടക്കിയില്ല. 25 നോമ്പ് അനുഷ്ഠിച്ചു. 25 ദിനങ്ങളിലെയും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. മരിക്കുമ്പോഴുമുള്ള തുടർ ദിനങ്ങളിലും പരിശുദ്ധ കുർബാന മുടക്കാതെ ഈ പ്രിയപ്പെട്ട മകൻ ഈ പരിശുദ്ധ ബലിയുടെ ഭാഗമായി എങ്കിൽ അവൻ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇതിന്റെ പാപസങ്കീർത്തനത്തിൽ അവൻ കുമ്പസാരിച്ച് അവന്റെ ആത്മാവിനെ നൈർമല്യമുള്ളതാക്കി തീർത്തു എങ്കിൽ, അതിനാലാണ് പ്രിയ സഹോദരനെ ഞാൻ നിങ്ങളോട് വിശ്വാസബോധ്യങ്ങളോടെ പറയുക, മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്വർഗീയ വസതിയിൽ പ്രിയപ്പെട്ട പപ്പായോട് ചേർന്ന് ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ദൈവസന്നിധിയിലാണ് പ്രിയപ്പെട്ട ജെറിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജെറിനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ജെറിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ കുറച്ച് മണിക്കൂറുകളൊഴികെ ഞാൻ മിക്കവാറും ആ വീട്ടിൽ ഏറെ മണിക്കൂറുകൾ ചെലവഴിച്ചു. എനിക്കിതിനെ അറയങ്ങാട് പള്ളിയിലെ തിരുനാളിന്റെ പ്രസംഗമുണ്ടായിരുന്നു. സ്വർഗാരോപിത മാതാവിനെ കുറിച്ചും കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലി ആയതിനാൽ കുടിയേറ്റത്തെ കുറിച്ചും എനിക്ക് അവിടെ പ്രസംഗിക്കേണ്ടിയിരുന്നു. ജെറിന്റെ വിയോഗ വാർത്തയ്ക്ക് ശേഷം 5 മിനിറ്റ് സമയം സ്വസ്ഥമായിട്ട് ഇരുന്ന് ഞാൻ പറയേണ്ട പ്രസംഗത്തെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സാധിക്കാതെ വന്നത് അത്രത്തോളം സങ്കടം മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പ്രസംഗം ഒരുങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അവസാനം ആ ഉദ്യമം ഉപേക്ഷിച്ച് പ്രിയരെ മറ്റൊരു ശ്രമം ആരംഭിച്ചു. ഞാൻ പ്രിയപ്പെട്ട ജെറിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ പ്രിയപ്പെട്ട ജെറിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ജെറിൻ, നീ ദൈവത്തിന്റെ മുഖം ദർശിച്ച് സ്വർഗത്തിന്റെ പരിശുദ്ധിയിലായിരിക്കുമ്പോൾ അറയങ്ങാട് ദൈവാലയത്തിലെ തിരുനാളിന് പറയേണ്ട പ്രസംഗത്തെ നീ പിതാവിനോട് ചോദിച്ച് എനിക്ക് വാങ്ങിത്തരണം. ഞാൻ ആ പ്രസംഗത്തിൽ
പ്രസംഗം പറയാൻ പോകുന്ന സമയത്ത് അത്രയും പ്രിയപ്പെട്ട ജെറിനോടാണ് മധ്യസ്ഥം പ്രാർത്ഥിച്ചത്. ഇത് പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യം സാക്ഷിയാക്കി സത്യമാണ്. ഞാൻ ജെറിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാരണം മാറിയിരുന്ന സ്വസ്ഥതയിൽ എനിക്ക് പ്രസംഗം ഒരുങ്ങാൻ കഴിഞ്ഞില്ല. പ്രസംഗത്തിന്റെ സമയത്തിന് അരമണിക്കൂർ മുമ്പ് ഞാൻ പള്ളിയിലെത്തി. ഞാൻ വികാരിച്ചോട് പറഞ്ഞ ഒരു ഗസ്റ്റ് റൂം വേണം. പള്ളിയിൽ നിന്ന് ഗസ്റ്റ് റൂമിൽ പോയിരുന്ന് ശാന്തമായി ചിന്തിക്കാൻ. ഞാൻ അവിടെ പോയിരുന്നിട്ടും മനസ്സിന് സ്വസ്ഥതയില്ല. ഞാൻ പള്ളിയിലേക്ക് തന്നെ തിരികെ പോന്നു. ജെറിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവകൃപയാൽ അതിമനോഹരമായി എനിക്ക് അവിടുത്തെ പ്രസംഗം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനുണ്ട് എന്നുള്ളതാണ്. പിതാവിന്റെ സന്നിധിയിൽ വേലന്തര കുടുംബത്തിനും ശാസ്താംഗ കുടുംബത്തിനും അനുബന്ധ കുടുംബങ്ങൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മിത്രങ്ങൾക്കും സ്നേഹിതർക്കും ഞങ്ങൾ വൈദികർക്കും സിസ്റ്റേഴ്സിനും സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനെ ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മേടിച്ചു തരാൻ പ്രിയപ്പെട്ട ജെറിൻ ഈ നിമിഷം മുതൽ സ്വർഗത്തിൽ നമ്മുടെ മധ്യസ്ഥനാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അതുകൊണ്ട് ജെറിനോട് പ്രാർത്ഥിക്കാം. രണ്ടാമത് ഒരു കാര്യം പ്രിയരെ പറഞ്ഞേൽപ്പിക്കാനാണുള്ളത്. ജെറിൻ കടന്നു പോകുന്നു. നിശ്ചയിക്കാത്ത വിധം, ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധം, ഒരിക്കലും കരുതാത്ത നേരത്ത് അവൻ യാത്രയാണ്. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട അമ്മയും സഹോദരി, ഞാൻ പറഞ്ഞേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഇനി മുതൽ ഈ ദിനങ്ങളിൽ അത്രയും പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയാണ്, പ്രിയപ്പെട്ട ജുവലിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട പപ്പ വേർപിരിഞ്ഞു പോയതിനു ശേഷം ആ കുടുംബത്തിന് സകലമായ ആശ്രയങ്ങളുമാവേണ്ട ആ വീടിന്റെ ആൺ സാന്നിധ്യം അതായിരുന്നു പ്രിയപ്പെട്ട ജെറിൻ. അകാലത്തിൽ നിശ്ചയിക്കാത്ത നേരത്ത്, ദൈവത്തിന്റെ മാത്രം നിശ്ചയത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ട ജെറിൻ വേർപിരിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിൽ ഈ ഭൂമിയിൽ ഇനി ജീവിതത്തെ തുടർച്ച നൽകി മുൻപോട്ട് കൊണ്ടുപോകേണ്ട പ്രിയപ്പെട്ട ജെസി ചേച്ചിയും ജുവലും എല്ലാ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. എനിക്കറിയാം, അംഗന്മാരെല്ലാം ചേർത്ത് പിടിക്കും, ശാസ്ത്രാംഗനെ കുടുംബം വരെ ചേർത്ത് പിടിക്കും. പക്ഷേ ആർക്കും പകരക്കാരാവില്ലല്ലോ പ്രിയരെ, ആർക്കും പകരക്കാരാവില്ല. ഇന്നലെ രാത്രി 12 മണിയോട് അടുത്ത സമയത്ത് ജോണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് അച്ഛൻ ഞങ്ങളെല്ലാം ചെയ്തുകൊള്ളാം, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം, പക്ഷേ ആർക്കും പകരക്കാരാവില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ജെറിന്റെ അസാന്നിധ്യം ഈ പ്രിയപ്പെട്ട അമ്മയ്ക്കും സഹോദരിക്കും സൃഷ്ടിക്കുന്ന ശൂന്യതയെ അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് റോജൻചേട്ടൻ പറഞ്ഞു, വെച്ചാൽ നാളെ കൊണ്ട് അടക്കിന്റെയും ജെറിന്റെ മരണത്തിന്റെയും സങ്കട ആരവങ്ങൾ കഴിയും. എല്ലാവരും അവരവരുടെ വഴിക്ക് നാലുപാടും പിരിഞ്ഞു പോകും. ഈ കുടുംബം 2 ജീവിതങ്ങൾ കൊണ്ട് ധനിച്ചാകും. അതുകൊണ്ട് ഈ അടക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് നിന്ന് കയറി കഴിഞ്ഞാൽ 2, 3, 4 ഒരാഴ്ചയോ പ്രിയരെല്ലാം കൂടെയുണ്ടാകും. ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് എല്ലാവരും വീട്ടിൽ അവർക്കെല്ലാം ഓർമ്മകളാണ്. ജെറിൻ ഉപയോഗിച്ച മുഴുവൻ സാധനങ്ങൾ ഓർമ്മകളാണ്. ദിവസത്തിന്റെ ഓരോ മണിക്കൂറും അവർക്ക് ഓർമ്മകളാണ്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ മുഹൂർത്തങ്ങളും അവർക്ക് ഓർമ്മകളാണ്. പ്രിയപ്പെട്ട ജെസിക്കും ജുവലിനും പ്രത്യേകമായിട്ടും ഒപ്പം അവരുടെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട ജെറിൻ എന്ന നന്മ മരം ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ സൃഷ്ടിതമാകുന്ന ശൂന്യതയെ, ആ അസാന്നിധ്യത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള കരുത്ത് തമ്പുരാൻ ഇവർക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രിയമുള്ളവരെ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് ഫലമേൽപ്പിക്കുകയാണ്. വിശ്വാസ കൂട്ടായ്മയിൽ നാം ഓരോരുത്തരുമാണ് അവരെ ബലപ്പെടുത്തേണ്ടത്. നമ്മളാണ് അവർക്ക് ബലം പകരേണ്ടത്. അവർ 2 പേരായി 4, 2ആയി ചുരുങ്ങി എന്ന ലോകത്തിന്റെ ചിന്ത അവരെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രിയരെ, ഞാൻ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ജെസിയെയും ജുവലിനെയും പ്രത്യേകമായിട്ടും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും കൂടെ ചേർത്ത് ഓർത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജെറിന്റെ നന്മകളും ജെറിന്റെ മാധ്യസ്ഥ്യവും ജെറിന്റെ പ്രിയപ്പെട്ട അമ്മയും സഹോദരിയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി അനുശോചനം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ, ഞങ്ങൾ പ്രിയപ്പെട്ട ജെറിന്റെ യുവജന സുഹൃത്തുക്കൾ അവന് വേണ്ടി ഒരു ആദരാഞ്ജലിയുടെ കാർഡ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ലഭിക്കും. അതിൽ
യുവജന സുഹൃത്തുക്കൾ ഒരു വാചകം എഴുതി ചേർത്തിട്ടുണ്ട്. അവരെ ഇന്നലെ രാത്രി അത് എവിടെ നിന്ന് കണ്ടെത്തി എന്ന് എനിക്കറിയില്ല. എനിക്കത് ഇട്ടു തരുമ്പോൾ മാത്രമാണ് ഞാൻ ആ വാചകം കാണുക. ഞാൻ ആ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ജർണയെ സംബന്ധിച്ച് സത്യ യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഭൂമിയിലേക്ക് വന്നു. മറ്റുള്ളവരിലേക്ക് സ്നേഹം, സൗഹൃദം പടർത്തി അവന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് അവൻ മടങ്ങി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യുവജന സുഹൃത്തുക്കൾ കൂടി ഇങ്ങോട്ട് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ സൈഡ് വഴി മാറി കൊടുക്കുക. നമ്മുടെ അതിരൂപത ഡയറക്ടർ അഖിൽ കുടിയച്ചനുണ്ട്. അതിരൂപതയിൽ നിന്നുള്ള മറ്റ് ഭാരവാഹികളുടെ പ്രതിനിധികളുണ്ട്. നമ്മുടെ ഇവിടുത്തെ യുവജന പ്രതിനിധികളെ കൂടി നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമ്മളിപ്പോൾ KC ആന്തം ആലപിക്കുകയാണ്. ആന്തം ആലപിക്കുന്ന സമയത്ത് KC പതാക നമ്മൾ പുതപ്പിക്കുകയാണ്. KC സംഘടന ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥനാപൂർവ്വം ഉണ്ടായിരിക്കും. യുവശക്തി
ഇവിടെ ജനസാഹചര്യത്തിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ എല്ലാവരെയും ഇങ്ങോട്ട് കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ടീച്ചേഴ്സ് എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ട് കടന്നു വരിക. മക്കളെ അങ്ങോട്ട് കടന്നു എടുത്തിട്ട് പോയി അല്ലേ കടന്നോളാണ് പറയുന്നത് വെച്ചാൽ മക്കളെ കുറച്ച് പേര് അങ്ങോട്ട് കടന്നു. ായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ വെച്ചായിരിക്കും പൊതുവായിട്ട് അന്തിമോപചാരം അർപ്പിക്കുന്നത്. നമ്മുടെ ആനവാദനന്റെ സമയത്ത് നിന്ന് 2 ലൈനായിട്ട് കടന്നു വന്ന് ദയവായിട്ട് ഈ വഴിയിലുള്ളവരൊന്ന് പുറത്തേക്ക് ഇറങ്ങി സഹകരിക്കണമെന്ന് സ്നേഹം ഓർമ്മിക്കുന്നു. 2 സൈഡിലും ഈ വഴിയിലിരിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങുക, പ്രാർത്ഥിക്കുക. പുറമെ എത്തുന്നതുപോലെ നമ്മൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം നമുക്ക് അന്തിമോപചാരം അർപ്പിക്കാം. നമുക്ക് എണീറ്റിൽ നിന്ന് തുടർന്ന് പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. കോവിഡിയൊന്നും അങ്ങോട്ട് പൂക്കൾ അർപ്പിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിലുള്ള പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. മറാഠ്യാവുക കൂട്ടായ്മയിലും KCOയിലും അതുപോലെ മിഷനിലും പ്രത്യേക സ്നേഹം വളരെയേറെയിട്ടാണ് കടന്നു പോകുന്നത്. പള്ളിയിലെ യുവജനങ്ങൾക്കും ഏറ്റവും പ്രിയകരമായിരുന്നു. ഇപ്പോഴും പള്ളി വന്നാലും അവിടെയുള്ള യുവജനങ്ങളൊക്കെ വളരെ സൗഹൃദത്തോടെ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം യുവജന സുഹൃത്തുക്കളും വളരെ പ്രിയപ്പെട്ടവരാണ്. യുവജനങ്ങൾക്ക് വളരെ വിഷമത്തോടും പ്രയാസത്തോടും കൂടി ഇന്നലെ വളരെ യുവജന പ്രയാസപ്പെട്ടിട്ടായിരിക്കുക. ഓണപ്പള്ളിയോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ധാരാളം മീറ്റിങ്ങുകൾക്ക് വരാറുണ്ട്. ഞങ്ങളുടെ പരിചയം 6 മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നാൾ കൂടി വരികയും എന്തെങ്കിലും ഒരുപാട് പറയുകയും സ്നേഹപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മതാധ്യാപക കാര്യങ്ങളുടെയും മുഴുവൻ ഈ മേഖലയിൽ വരുന്നവരുടെയും മിഷണറി പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ വളരെ ദേവാലയത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കുറേയേറെ നമ്മുടെ വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവരുമാരെ അറിയിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് പങ്കുചേരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോൽ ശരണവും അരുളിയിടാ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. ശബ്ദമുയർത്തുമ്പോൾ കല്ലറ
ഈശ്വരപ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ സമിതിയിലെ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. കേസിലെയും തലശ്ശേരി അതിരൂപതയായിട്ടുള്ള ശ്രീപരമായിട്ടുള്ള ആഗ്രഹമാണ് സമിതിയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നിർവഹിക്കുന്നത്. നമുക്ക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരം അർപ്പിച്ച് പൂക്കൾ സമർപ്പിക്കുന്നവരെ കാൽക്കൽ പൂക്കൾ സമർപ്പിക്കണമെന്ന് പ്രവർത്തിക്കുന്നു. കാലിന്റെ
സർവേശ്വര നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ സ്തുതിക്കുവാനായി യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അവർക്ക് നിത്യാശ്വാസപ്പെടുത്തുന്നതായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധ സർവേശ്വര എന്നേക്കും. നാഥനടഞ്ഞൊരുമന്തിമനാളിൽ കാരുണ്യമെഴും നിര്യാളാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമമായ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാന പ്രാർത്ഥനയാണ് നമുക്ക് ഭക്തിപൂർവ്വം ചെയ്യാം. സകലത്തിന്റെയും നാഥായ ദൈവം തന്റെ ദൈവങ്ങളോടും വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗ്ഗരാജ്യമാകുന്ന ഓർച്ചത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശുദ്ധനായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മനസ്സംസ്കാരത്തിൽ സംഘടിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ജെറിനെ യാത്രയാക്കുന്ന ഈ ശുശ്രൂഷ സമാപിക്കുവാൻ പോകുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട ജെറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബാംഗത്തിൽപ്പെട്ട ഒരാളായിട്ടുള്ള ഞാൻ ഈ അവസരത്തിൽ ഒരു വാക്ക് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജെറിൻ നമ്മൾ ഇന്ന് യാത്ര പറഞ്ഞ ഈ സമയത്ത് ജെറിനോടും കുടുംബത്തോടുമുള്ള വലിയ സ്നേഹം എല്ലാ രീതിയിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. തലശ്ശേരി അതിരൂപതയുടെ ഏറ്റവും പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് പാപ്പളാൻ പിതാവ്, തലശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത ജോർജ് വലിയേറ്റ പിതാവ്, മുൻ മെത്രാപ്പൊലീത്ത ജോർജ് ഞള്ളക്കാട്ട് പിതാവ്, ഇവരുടെ പ്രാർത്ഥനകളും അനുശോചനവും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അറിയിക്കുകയുണ്ടായി. വളരെ പ്രത്യേകമായി അഭിനന്ദ ഞള്ളക്കാട്ട് പിതാവ് ഇന്നലെ കുടുംബത്തിൽ വരികയും ഒഫീസുകളിൽ പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അഭിനന്ദ ഞള്ളക്കാട്ട് പിതാവിനെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികര്, വിശിഷ്യ നമ്മുടെ പേരാവൂർ ഫൊറോനയുടെ വലിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മാത്യു തെക്കേമുറി അച്ഛൻ, തലശ്ശേരി അതിരൂപതയുടെ KCYM പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ അച്ഛൻ മുക്കുടി അച്ഛൻ, പേരാവൂർ ഫൊറോനയുടെ ഡയറക്ടർ അച്ഛൻ ഇടയാടി അച്ഛൻ, ഇപ്രകാരമുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ജെറിന് മരിച്ച സമയം മുതൽ, ആ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ പ്രദേശത്തായതുകൊണ്ട് നൽകിയ എല്ലാ സേവനങ്ങൾക്കും തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച മറ്റെല്ലാ വൈദികർക്കും, അതുപോലെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും കുടുംബത്തിന്റെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് വന്ന MLA-മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, വിശിഷ്യ കണിച്ച പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ ഈ ഇടവകയിലെ കൈക്കാരന്മാര്, കമ്മിറ്റിക്കാര്, ഈ ഇടവകങ്ങൾ എല്ലാവരും, വിശിഷ്യ പ്രത്യേകമായിട്ട് ഇടവകയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. ജെറിന്റെ കൂടെ ആയതുകൊണ്ട് അവസാന നിമിഷം വരെ പ്രവർത്തിച്ചു വന്ന ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട മക്തലാനിക്കലച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള വലിയ നന്ദി, കുടുംബത്തിന്റെ നന്ദി ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നന്ദിയാണ്. അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടുള്ള, ഇടവകയിലെ സിസ്റ്റേഴ്സിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരുടെയും അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും.
കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇല്ല ഇല്ല കണ്ടു കണ്ടു. ഉണ്ണി, മമ്മിയുടെ ഉണ്ണി. കഴിഞ്ഞു കുടുംബക്കാര് ആരെങ്കിലും അടുത്ത ആളുകൾ കുടുംബക്കാർ മുത്താനായിട്ടുണ്ടെങ്കിൽ വരിക. ആ പോയിട്ടാ മതി കേട്ടോ.
പിന്നെ സ്റ്റെഫ്നി എന്റെ ഉണ്ണി അമ്മ ഒന്ന് വിളിച്ചിട്ട് മോനെ മോനെ കാണിച്ചു എന്റെ മോനെ എന്റെ മോനെ മോനെ തുണ്ണി കൂട്ടരെ തുണ്ണി മമ്മയ്ക്ക് കൂട്ടായിട്ട് ചെയ്യുന്ന തുണ്ണി കൂട്ടരെ തുണ്ണി 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 മോനെ അമ്മയുടെ മോനെ അമ്മ ഉണ്ട് വിടാവളെ ഫോൺ പോകരുത്. അവിടുത്തെ അവിടെ നിങ്ങൾ വിട്ടു നോക്കിയേ. അത് വിട്ടേ അവിടുന്ന് നിങ്ങളൊക്കെ അല്ലേ? ഞാൻ വിട്ടേ. നിന്റെ ഭാഗത്തൊക്കെ കയറ് വലിക്കാവുള്ളേ. ഓക്കെ ഓക്കെ കയറ് കെട്ടില്ല. അതിന്റെ ഒരു സൈഡ് കെട്ടില്ല.